ഒരു ദിവസം 12 ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. കാരാഗൃഹത്തിൽ വെച്ച് ദേവകിക്കും വാസുദേവർക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിന്റെ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്നാണ് വിശ്വാസം. ദുരിതങ്ങൾ അകന്ന് ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും ഉണ്ടാക്കുന്നതാണ് ഗുരുവായൂരപ്പന്റെ പൂജകളും ദർശനങ്ങളും. അവ ഇപ്രകാരമാണ്. നിർമാല്യ നേരം വിശ്വരൂപ ദർശനമാണ്. ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലം. എണ്ണാഭിഷേക സമയത്ത് വാതരോഗ വിഘ്നനാണ്. മേൽപ്പത്തൂരിന്റെ വാതരോഗം മാറ്റിയ കഥ പ്രസിദ്ധമാണല്ലോ. ചില ചരിത്ര രേഖകളിൽ വാതരോഗം മാറ്റുന്ന ക്ഷേത്രം എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത്. ഗോകുലനാഥനായാണ് വാഗചാർത്തിന്റെ സമയത്ത് ദർശനം നൽകുന്നത്. ഈ സമയത്ത് തൊഴുതാൽ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കും. ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ്. ധനാഭിവൃദ്ധിയാണ് ഫലം. ഉണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം. സന്താനങ്ങൾക്കുള്ള ദുരിതം മാറ്റുന്നതിന് ഉത്തമമാണ് ഈ സമയത്തെ ദർശനം. അഭിഷേക സമയത്ത് യശോദാബാലനാണ്. ശത്രുദോഷം മാറ്റുന്നു. കൂടാതെ ശ്രീഭൂത ബലിദർശനം സന്താന ലാഭത്തിന് ശ്രേഷ്ഠമാണ്. വനമാല കൃഷ്ണനായാണ് നവകാഭിഷേക സമയത്ത് ദർശനം. നേത്രരോഗം മാറുകയും സർവരക്ഷ നൽകുകയുമാണ് ഫലസിദ്ധി. പന്തീരടി പൂജ ദുഃഖങ്ങൾ മാറ്റുന്നതിനും സർവമുക്തിക്കും സഹായകരമാണ്. ഉച്ച സമയത്തും സർവാലങ്കാര ഭൂഷണനായാണ് ഭഗവാന്റെ ദർശനം. ജ്ഞാന വൈരാഗ്യ പ്രാപ്തിയാണ് ഫലം. സന്ധ്യാസമയത്ത് സർവമംഗളദായകനാണ്. കുടുംബ ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു. മോഹന രൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത്. ദീർഘ ദാമ്പത്യ പൊരുത്തമാണ് ഫലം. അത്താഴ പൂജയ്ക്ക് വൃന്ദാവന ചരനാണ്. രോഗശമനനാണ് ദർശനഫലം. തൃപ്പുക സമയത്ത് ശേഷശയനനായാണ് ദർശനം നൽകുന്നത്. മോക്ഷപ്രാപ്തിയാണ് ദർശനഫലം.